ഈ കേരളത്തിലും നമ്മൾ അതർ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് കുഞ്ഞിനെയും കൊണ്ട്. പക്ഷെ എങ്ങൊന്നും എനിക്ക് ഒരു പോസിറ്റീവായിട്ടൊരു റിപ്ലൈ പോലും ഒരു ഡോക്ടേഴ്സും തന്നിട്ടില്ല. 0% ആയിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരുന്നത്. അനങ്ങാതെ കിടന്നിരുന്ന കുട്ടിയാണ്. അവനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചരിയുന്നുണ്ട്, കമരാൻ ശ്രമിക്കുന്നുണ്ട്, ചില ടൈമിങ്ങളിൽ കമഴുന്നും വീഴുന്നുണ്ട്. 3 മാസം കഴിഞ്ഞതിന് ശേഷം ഫിറ്റ്സ് വരാൻ തുടങ്ങി കുഞ്ഞിന് കണ്ടിന്യൂസ്. ഡോക്ടേഴ്സിനെ കാണുന്നു, മെഡിസിൻസ് കഴിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോഴും ഫിറ്റ്സ് വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 30 പ്രാവശ്യമൊക്കെ ആയിട്ട് കുഞ്ഞിന് ഫിറ്റ്സ് വരുമായിരുന്നു. കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മൊത്തം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇതാണ്. കുട്ടിക്ക് ഒരു വെള്ളം പോലെ ഇറങ്ങില്ല, നേരെ ശ്വാസകോശത്തിലേക്ക് പോകുന്നു. ആസ്പിരേഷൻ, ന്യൂമോണിയ, ബ്രോങ്കലൈറ്റിസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നമുക്ക് കണ്ടിന്യൂസ് ഓക്സിജൻ വെച്ചിട്ടാണ് കുഞ്ഞിനെ നമ്മൾ വീട്ടിൽ കിടത്തിയിരുന്നപ്പോൾ പോലും കിടത്തിക്കൊണ്ടിരുന്നത്. ഈ കേരളത്തിലും നമ്മൾ അതർ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് കുഞ്ഞിനെയും കൊണ്ട്. പക്ഷെ എങ്ങൊന്നും എനിക്ക് ഒരു പോസിറ്റീവായിട്ടൊരു റിപ്ലൈ പോലും ഒരു ഡോക്ടേഴ്സും തന്നിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ എല്ലാവരും കൈവിട്ടൊരവസ്ഥയായിരുന്നു ആ സമയത്ത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയാണ്, അമല എന്ന് പറഞ്ഞൊരു കുഞ്ഞാണ് എനിക്ക് സാറിനെ കുറിച്ചും നമ്മുടെ ലൈഫ് കെയറിനെ കുറിച്ചും ഒക്കെ സജസ്റ്റ് ചെയ്തത്. 0% ആയിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരുന്നത്. 1.5 വയസ്സായപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത്. ആ ഒരു കണ്ടീഷൻ, അതായത് അന്നേരം എൻ്റെ മോൻ ഒരു ഇച്ചിരി പോലും അനങ്ങില്ലായിരുന്നു. ജസ്റ്റ് കൈ മാത്രം ഇങ്ങനെ അനക്കും, കോൺസെൻട്രേഷൻ ഇല്ല. അവൻ നമ്മളൊന്നും നോക്ക് പോലും ഇല്ല. ഞാൻ എത്ര വിളിച്ചാലും നോക്കില്ല. പക്ഷെ ഒരു 0%ൽ തുടങ്ങിയ എൻ്റെ മോൻ്റെ ഒരു കുഞ്ഞ് ഡെവലപ്മെൻറ്റ്സ് പോലും, കുഞ്ഞ് വ്യത്യാസം പോലും എന്നെ സംബന്ധിച്ച് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ എൻ്റെ മോനിപ്പോൾ മച്ച് ബെറ്റർ. അനങ്ങാതെ കിടന്നിരുന്ന കുട്ടിയാണ്. അവനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചരിയുന്നുണ്ട്, കമരാൻ ശ്രമിക്കുന്നുണ്ട്, ചില ടൈമിങ്ങളിൽ കമഴുന്നും വീഴുന്നുണ്ട്. നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്നെ അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ എൻ്റെ സൗണ്ട് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുള്ളായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ കുറച്ച് ദൂരെ നിന്ന് എന്നെ കണ്ടാൽ പോലും അവനത് ഞാനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ചിരിയോ അവൻ്റെ കരച്ചിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആ ടൈമിലൊക്കെ എൻ്റെ മോൻ കരയി പോലും ഇല്ലായിരുന്നു. 30 മിനിറ്റ് വന്നുകൊണ്ടിരുന്ന ഫിറ്റ്സിൻ്റെ ഡ്യൂറേഷൻ ഇപ്പോൾ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ വരെ മാറിയിട്ടുണ്ട്. 6-7 പ്രാവശ്യമൊക്കെ വന്നിരുന്ന ആ ടൈമൊക്കെ മാറി. ഇപ്പോൾ ഡെയിലി ചിലപ്പോൾ 2 പ്രാവശ്യം ഒക്കെ ഇപ്പോൾ വരുന്നുള്ളൂ. പിന്നെ അത്രയും സ്ട്രോങ് ആയിട്ട് വന്ന ഫിറ്റ്സും വ്യത്യാസമുണ്ട്. ഇപ്പോൾ മൈൽഡായിട്ടാണ് ഇപ്പോൾ വരുന്നതും. അവനിപ്പം ഞാൻ ഗ്യാസ്ട്രോസ്റ്റമി ട്യൂബ് വഴിയാണ് ഫീഡ് ഇപ്പോഴും കൊടുക്കുന്നത്. എങ്കിലും ചില ടൈമിൽ ഞാൻ എന്തെങ്കിലും ചെറിയ സ്വീറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത ഫുഡ് ഉണ്ടെങ്കിൽ അതിങ്ങനെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അവനത് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. മധുരം ഉള്ളതുകൊണ്ട് തന്നെ ആൾക്ക് ഇച്ചിരി ഇൻട്രസ്റ്റഡ് ആണ്, ഇറക്കാനും അവൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് അതൊക്കെ ബെറ്ററായി വരും എന്നുള്ളൊരു ഭയങ്കര ഒരു വിശ്വാസത്തിലാണ് ഞാൻ.